പഴയൊരു അവഞ്ചറാണ് 220. അതിൻ്റെ ഡിസ്ക് പാഡ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോട് ചെയ്യാൻ പോണേ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണം. അതിന് തന്നെ ഇതിൽ പൊക്കത്തെ ക്യാപ്പ് ഒന്ന് ലൂസ് ചെയ്യണം. ക്യാപ്പ് ലൂസ് ചെയ്ത ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് വെക്കണം. ഓൾറെഡി അത് ഫ്ലൂഡ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൂഡ് നമ്മൾ പിസ്റ്റൺ മുകളിലോട്ട് വിടുമ്പോഴത്തേക്കും കുറച്ച് ചെറുതായിട്ട് എയർ സക്ക് ചെയ്ത് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊക്കി വെച്ചാണ്. ശേഷം ഈ 2 ബോൾട്ടുകൾ ലൂസാക്കാനുണ്ട്. ഇങ്ങനെ പയ്യെ മൂവ് എടുക്കണം. ഇതിന് ചെറുതായിട്ടൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിന് ഇത് മാറാറായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിത് ബ്രേക്ക് ശരിയാക്കാൻ വേണ്ടി ഒന്ന് ബ്രേക്ക് ശരിയാക്കാൻ വേണ്ടി കാണുന്ന പരിപാടിയാണ്. ഇവിടെ ക്ലിപ്പുണ്ട് സൈഡിൽ. ആ ക്ലിപ്പ് റിമൂവ് ചെയ്യണം. ലോക്കാണ് ഇത്. ശേഷം ഇവിടെ പിന്നുണ്ട്. ആ പിന്ന് ബാക്കിലോട്ട് ലൂസ് ചെയ്യും. പാഡ് ഇങ്ങനെ ഊരെടുക്കും. ഇവിടെ ഈ പിസ്റ്റൻ്റെ സൈഡിലുള്ള ഈ ക്ലാമ്പുണ്ട്. അത് ചെറിയ ടൈറ്റ് ആയിരിക്കും മിക്ക വണ്ടിയുടെ ഓടി. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഊരിയെടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം. ഇതിനെ നന്നായിട്ട് ഗ്രീസ് ചെയ്തോളൂ. അതിനുശേഷം ഇത് അങ്ങനെ ഒന്ന് വർക്ക് ചെയ്യേണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ ബ്രേക്ക് ജാമായിരിക്കാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടെന്ന് ചെക്ക് ചെയ്യണം. ചിലത് തുരുമ്പെടുത്തിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇതിൻ്റെ ഗ്രീസ് ചെയ്യപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. എന്താ 2 സൈഡിലോട്ട് ഇങ്ങനെ ചെയ്യണം. നമ്മൾ ബ്രേക്ക് കുറയുന്ന ചെയ്ത് അങ്ങാടും ഇങ്ങനെ ചെയ്ത് അങ്ങാടും അഡ്ജസ്റ്റ് ആയി കൊടുക്കും. മാറിയ പാട് ഇവിടെ കണ്ടറിയ ഇവിടെ ഉരഞ്ഞേക്കണ പാട് കണ്ട മൊത്തം ഉരഞ്ഞു പോയി. അങ്ങനെ ഫുള്ള് തീർന്നു. പാഡ് മൊത്തം തീർന്നു. കനവും കുറഞ്ഞു പോയി. പുതിയ പാഡെന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ട. ഇതിൻ്റെ ഹൈറ്റ് കണ്ട. പാഡ് തമ്മിലുള്ള ഒരു ഹൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ പാഡ് ഫുള്ള് തീർന്ന് ഇങ്ങനെ ഓടിക്കാൻ പാടില്ല. ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സംഭവം കംപ്ലൈൻ്റ് ആയി പോകും. ഇതിങ്ങനെ അതങ്ങനെയാണ് ഇത് കംപ്ലൈൻ്റ് ആയേക്കണം. ഈ സാധനം കംപ്ലൈൻ്റ് ആയി. എന്തായി എന്നിട്ട് ഈ പുതിയ പാഡ് നമ്മളിങ്ങനെ 2 സൈഡിലും വെച്ച് കൊടുക്കും. ഇതെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ ഇതൊക്കെ ചെയ്യണ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയാൽ ഒന്നും മനസ്സിലാവില്ല. ഗ്യാപ്പിലെ സ്പ്രിങ് ഒക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് വെക്കണം. ഈ ഗ്യാപ്പ് ഇത് വെച്ചൊന്ന് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഡിസ്റ്റൻസ് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് നൂറ് താത്തേണ്ടി വരും. ഇവിടെ ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ട് കാട്ടി കൊടുക്കും.
പഴയ പോലെ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ കയറില്ല അതിനകത്തോട്ട്. ഓക്കെ, പക്ഷേ ഈ പിന്ന് ഇതിലെ കൂടി ഇങ്ങനെ കയറ്റി വിടണം. പിന്നിൻ്റെ സൈഡിലൊരു ഹോളുണ്ട് ഇവിടെ, ആ ഹോളിൽ ഈ ലോക്ക് ഇടണം, അല്ലെങ്കിൽ ഓട്ടത്തിൽ ഊരിപ്പോവും. ശേഷം ഈ ഗ്യാപ്പ് വഴി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വരും. ചെറിയൊരു ടൈറ്റൊക്കെ ഉണ്ടാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റണം. ഇത് ചാടിപ്പോകാൻ നോക്കണം. ഒരു ലോക്കുണ്ട് ചെറിയ കട്ടിങ്. ഒരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് അടച്ചു വെക്കണം, അല്ലെങ്കിൽ മഴയത്ത് വെള്ളം കയറും, പിന്നെ തുരുമ്പായി പോകും. പമ്പ് ചെയ്ത് ബ്രേക്ക് റെഡിയാക്കി ഇടണം. പമ്പിങ് ആയി, കറക്റ്റായി. നമ്മളിങ്ങനെ കറക്റ്റ് ഇടുമ്പോൾ അറിയാം എന്താ ബ്രേക്കായി. ഓക്കെ, പിന്നെ ആ പഴയ ക്യാപ്പ് ഒന്ന് വെച്ച് തിരിച്ചു പിടിപ്പിച്ചിട്ട് സ്ക്രൂ ഇട്ട് മുറുകും. ഇതിനകത്ത് ഫ്ലൂയിഡ് ഓൾറെഡി ലെവലിലുണ്ട്, അതുകൊണ്ട് ഫ്ലൂയിഡ് ഒഴിക്കണില്ല. അല്ലെങ്കിൽ ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ഈ ഇവിടെ ഒരു ലെവലുണ്ട്, ആ ലെവൽ നോക്കിയിട്ട് ഇവിടെ ഒരു ലെവൽ ഇതുണ്ട്, അകത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ലെവലിൻ്റെ അനുസരിച്ച് ഫ്ലൂയിഡ് ഒഴിക്കണം, നിറച്ചൊഴിക്കരുത്. ബ്രേക്കായി, ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാം. ക്ലിയറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ബ്രേക്കായി, പിടിക്കുമ്പോൾ തന്നെ നല്ല ബ്രേക്കിൽ പോകണം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. അത്യാവശ്യം നിങ്ങളുടെ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.